ഒരു ഭർത്താവിൻ്റെ ഫോൺ ഒരു ഭാര്യ എടുത്ത് നോക്കുന്നത്, ഒരു ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുത്ത് നോക്കുന്നതിൽ വലിയ തെറ്റും പ്രശ്നങ്ങളൊന്നും ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഒരു സംവിധായകൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ? ഡയറക്റ്റ് കോളിലൂടെ തന്നെയാണ് ചോദിച്ചത് എന്നോട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന്. അഡ്ജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്നൊരു നടിയായല്ലേ? ആഷി ടോക്സിക് ആണോ? എക്സ്പോസ് ഡ്രസ്സുകൾ ഇടുന്നത് അങ്ങനെ വലിയ ഇഷ്ടമല്ലേ ആൾക്ക്. ഫ്യൂച്ചറിൽ അപ്പം ഈ ഒരു ബേബി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഇല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ എങ്ങനെ ചെയ്യും? ഓഫ്കോഴ്സ് അത് നമ്മൾ നോക്കിയിട്ട് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബേബീനെ എടുക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മളെ കുറച്ച് എന്താ പറയുക സ്വത്തിന് ഭാഗങ്ങൾ എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് ഓപ്ഷൻസ്. ഞങ്ങളത് മുമ്പ് ഒരു ഫ്രണ്ട് ഇതേപോലെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ കപ്പിള്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം പ്രൊസീജിയർ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവരുടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടുന്നവരോട് എന്താ പറയുന്നത്? എന്തിനാ അസൂയപ്പെടുന്ന? എല്ലാവരുടെ ലൈഫിലും മുന്നേറുക. നമുക്ക് ഒരു ലൈഫാണ്, ആ ലൈഫിൽ നമുക്ക് എന്നാലും ചില വീഡിയോസ് കാണുമ്പോൾ നമ്മളായാലും പറയുന്നു ഇവരെന്ത് ക്യൂട്ട് കപ്പിൾസ് ആണ്, നമ്മൾ കണ്ണൊക്കെ വെക്കില്ലേ? ചിലർത്താണെങ്കിൽ കണ്ണൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വഴക്കൊക്കെ ഉണ്ടാവില്ല. വഴക്ക് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇവൻ ഞാനാണെങ്കിൽ ആഷിനെ വഴക്ക് കൂടാറുണ്ട്. പക്ഷെ ഞങ്ങളെ വഴക്കാൻ ഒരുപാട് ദിവസങ്ങളൊന്നും മുന്നോട്ട് പോകാറില്ല. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ വഴക്കൊക്കെ മേക്കപ്പ് ചെയ്ത് ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരടുത്താണോ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് മേക്കപ്പ് ചെയ്ത് പോകാറുണ്ട്. ടോക്സിക് ആണോ? ടോക്സിക് അല്ല, ആൾക്ക് ഇഷ്ടമല്ല അങ്ങനെ എക്സ്പോസ് ഡ്രസ്സുകൾ ഇടുന്നത് അങ്ങനെ വലിയ ഇഷ്ടമല്ലേ ആൾക്ക്. പിന്നെ ഇവൻ എനിക്കാണെങ്കിലും അങ്ങനെ എക്സ്പോസ് ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് എപ്പോഴും നല്ല നാടൻ ഡ്രസ്സ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ എടുത്ത് നോക്കും. അതിപ്പോ ഒരു ഭർത്താവിന്റെ ഫോൺ ഒരു ഭാര്യ എടുത്ത് നോക്കുന്നത്, ഒരു ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുത്ത് നോക്കുന്നതിൽ വലിയ തെറ്റും പ്രശ്നങ്ങളൊന്നും ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. ജാസി അപ്പം ആഷിയായിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതാണോ? ആഷി ഞാൻ ഓൾറെഡി ഈ ഒരു പെർഫ്യൂം ഫീൽഡ് അറിയാമായിരുന്നു. എനിക്ക് ഞാൻ മുമ്പ് ഒരു പെർഫ്യൂം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം അറിയാം ഐഡിയ. പിന്നെ ആഷി ഓൾറെഡി വന്ന് അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയാണ് പിന്നെ ആഷിയും കൂടെ റാസൽ കൈമ റെസ്റ്റോറന്റ് ഫീൽഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പെർഫ്യൂമിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് എല്ലാവിധ പിന്തുണയും തന്നത് നമ്മുടെ ബോസ് അജീഷേട്ടനും അജീഷിന്റെ വൈഫ് ശരൺ ചേച്ചിയൊക്കെയാണ് നമുക്ക് എല്ലാ പിന്തുണയും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പൊ നല്ലൊരു സ്ട്രോങ് പില്ലർ നമ്മൾ ബാക്കിലുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ബിസിനസ് അതെ നമുക്ക് ഒരു നല്ലൊരു ആളെ കിട്ടുക അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൾക്കാരെ കിട്ടുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെന്താ ഞങ്ങളിലേക്ക് ഫാമിലി പോലെയാണ്. എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റൂമിലൊക്കെ വരാറും ഞങ്ങൾ പോവാറുണ്ട്. എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും അവരും വിളിക്കാറുണ്ട്. അവരും വരും, ഞങ്ങൾ പോകും. അങ്ങനെ എല്ലാം ഉണ്ട്. പാർട്ട്നേഴ്സ് ആണ്. കേരളത്തിൽ ഒരു സംവിധായകൻ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ? സംവിധായകനല്ല, ഈ എന്താണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉണ്ടല്ലോ, സിനിമയിൽ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് സിനിമ മലയാളമല്ല, തമിഴ് മൂവി ആയിരുന്നു. പക്ഷെ കാസ്റ്റിംഗ് ഡയറക്ടർ മലയാളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വട്ടം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഡയറക്റ്റ് കോളിലൂടെ തന്നെയാണ് ചോദിച്ചത് എന്നോട്. ആദ്യം ആഷിനോട് പറഞ്ഞില്ല, ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനോടാണ് പറഞ്ഞത്. അതിനു മുമ്പ് എനിക്ക് ഈ മൂവി വന്നു, ഞാൻ എൻ്റെ കഥ എല്ലാം ആഷിനോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ആഷി പറഞ്ഞു ഓക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്നൊരു നടിയായേനെ. കാരണം ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായില്ല ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വേണ്ട, അങ്ങനത്തെ സിനിമ വേണ്ട. അപ്പോൾ ആഷിനോട്, പിന്നെ ആ ഫ്രണ്ടാണ് ആഷിനോട് പറഞ്ഞത്. അപ്പോൾ ആഷി പറഞ്ഞു വേണ്ട, അത് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട, പിന്നെ നല്ല അവസരങ്ങൾ വരും. പിന്നെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നടി ആവണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്തരം വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നവരോട് എന്താ ഇങ്ങനെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്? അത് എനിക്ക് റിയാക്ഷൻ കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടെ ഫെയിം ആവുമല്ലോ എന്നൊരു ചില വീഡിയോസുകൾ, അതായത് എനിക്ക് ഇന്നെ ട്രോളുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചിലത് ആ ട്രോള് കാണുമ്പോൾ ഞാൻ കണ്ട് ചിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ചില ട്രോള് കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരാളെ അബ്യൂസ്മെന്റ് ആയിട്ടൊക്കെ ട്രോളുന്നത്? ഈവൻ എന്നെയാണെങ്കിലും എൻ്റെ പാർട്ട്ണർ ആഷിനെയാണെങ്കിലും ഒക്കെ വെച്ചിട്ട് ഭയങ്കര അബ്യൂസ്മെന്റ് ആയിട്ട് ട്രോളുന്നതൊക്കെ ഉണ്ട്. ഒരാളുണ്ട്, അയാൾ സ്ഥിരം എൻ്റെ വീഡിയോസിൽ തന്നെ ട്രോളുന്നൊരു വ്യക്തിയാണ്.
ഭയങ്കര അബ്യൂസ്മെന്റ് ആയിട്ടാണ് എന്നെ ട്രോളുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ട്രോളുന്നത്? ലൈക്കിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തിനും എന്നോട് വല്ല പേഴ്സണലി വല്ല ദേഷ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേര് വന്നിരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. നമ്മൾ എത്ര നമ്മളെ ട്രോൾ ചെയ്യാലും അല്ലെങ്കിൽ എത്ര നമ്മളെ ഇതാക്കിയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരുണ്ട്. അതാണ് ഏറ്റവും വലിയ എൻ്റെ